നമസ്കാരം. കഴിഞ്ഞ ദിവസം നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച് അവിടുത്തെ ഉപകരണങ്ങൾ കേടുവരുത്തിയ കേസിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. നമുക്കറിയാം, അത് സംബന്ധിച്ചുള്ള ഒരു കേസ് അവിടെ ആന ചവിട്ടി ഒരാള് മരണപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസുകളും തർക്കങ്ങളും സമരങ്ങളും നടന്നു വരുന്നുണ്ട്, പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും നടന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള 3 ദിവസത്തെ പരിപാടി, ജില്ലകൾ തോറുമുള്ള പരിപാടി നടന്നു വരുന്നതിന്റെ അവസാനത്തെ ദിവസം അന്നാണ് ഉച്ചയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും PV അൻവർ ടീമും അത് ഉച്ചയ്ക്ക് തന്നെ അവസാനിപ്പിച്ച് ഈ സംഭവത്തിന്റെ പിന്നാലെ പോവുകയും അതിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ DFO ഓഫീസിൽ സമരത്തിന് ചെല്ലുകയും അവിടെ 10 പേർ ചില പ്രതിഷേധങ്ങളുടെ ഭാഗമായി ട്യൂബ്ലൈറ്റും ഫാനും ഒക്കെ അടിച്ച് തകർത്ത ഒരു രംഗമാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതിനെ സംബന്ധിച്ചാണ് പിന്നീട് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് PV അൻവർ സത്യത്തിൽ അപ്പോൾ പ്രതിയല്ല. 10 പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. അതിൽ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 12 മണിക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. പിന്നീട് 12:30യോട് കൂടി ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നെ 4:30 മണിക്ക് FIR ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 പേര് അവിടെ ഉണ്ട്, അവർ പേര് എഴുതേണ്ടതാണ്. പക്ഷെ അതൊന്നും എഴുതാതെ അങ്ങനെ ഇരിക്കുക. കാരണം ആ സമയത്താണ് പെട്ടെന്നൊരു തീരുമാനം, ഉൾവിളി, മുകളിൽ നിന്നുള്ള വിളി താഴേക്ക് വരുന്നത്. നല്ലൊരു ചാൻസാണ് PV അൻവറിനെ പൂട്ടാം. കാരണം ഈ വനനിയമം കുറച്ച് വല്ലാത്തൊരു നിയമമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് UDFന്റെ ഒരു ശ്രദ്ധ ഈ മേഖലയിലുണ്ട്. അവർ കൂടി ഇത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ വേണ്ടി ഈ നിയമം പാസ്സാക്കാനുള്ള, ബില്ല് പാസ്സാക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, ഇല്ലാതായിപ്പോവും. ജനങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കും. ജനങ്ങൾ അറിയാതെ ഇത് ബില്ല് പാസ്സാക്കണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഒപ്പിച്ചു പോകുന്നത്. കാരണം ഗസറ്റിൽ വിജ്ഞാപനം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ്. ജനങ്ങളെ നേരിട്ട് ബോധിക്കുന്ന ചില കാര്യങ്ങൾ. ഇതിനു മുമ്പ് PV അൻവർ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പത്ര സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിവിടെ പറയുന്നില്ല. അതിലുള്ള ഒരു കാര്യം മാത്രം ഒന്ന് പറയാം. ഈ വനം എന്ന് പറയുന്നതിന്റെ അതിർത്തി ഇവർ പുനർനിർണയിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പുഴയ്ക്ക് അക്കരെയുള്ള ജണ്ട ആരും അറിയാതെ അത് ഇപ്പോഴത്തേക്ക് മാറ്റും. അതുപോലെ റോഡിന് അരികിലേക്ക് വനം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ജണ്ട പൊളിച്ച് റോഡിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കും. കഴിയുമെന്നുണ്ടെങ്കിൽ റോഡിനപ്പുറം സ്ഥാപിക്കും. അപ്പോൾ റോഡ് കൂടി വനത്തിന്റെ ഉള്ളിലായി. ഇങ്ങനെ അതിർത്തി മാറ്റി ജനജീവിതം ബുദ്ധിമുട്ടിക്കും. ഇത് എങ്ങനെ ജനജീവിതം ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പരമ്പരാഗതമായി നടന്നു വന്നിരുന്ന വഴികളും റോഡുകളും, ബസ് യാത്ര ഉണ്ടായിരുന്ന റോഡുകൾ അടക്കം ഗതാഗതം തടയുക, പാലം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നിർമ്മിക്കാൻ സമ്മതിക്കാതിരിക്കുക, കൃഷി ഇറക്കാൻ സമ്മതിക്കാതിരിക്കുക, പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനധികൃതമായി ഇവർ കയ്യേറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ജനങ്ങൾക്കറിയാം. പക്ഷെ പ്രതിഷേധിക്കാൻ ആളില്ല. മുന്നിട്ട് ഇറങ്ങാൻ ഒരാളില്ലാത്തത് കൊണ്ട് ഈ പ്രതിഷേധം, നിശബ്ദ പ്രതിഷേധവും ആത്മഹത്യയും ഒക്കെയായി ഇങ്ങനെ പോവാണ്. ആത്മഹത്യ ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോയി. ആത്മഹത്യ ചെയ്തവന്റെ കുടുംബത്തിന് പോയി. ഇതാണല്ലോ നിലവിലുള്ള അവസ്ഥ. അപ്പോൾ ആ സമയത്താണ് PV അൻവർ തനിക്കൊരു നിലനിൽപ്പിന് ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുന്നത്. അത് അപകടമാണെന്ന് പിണറായി തിരിച്ചറിയുന്നുണ്ട്, ഈ സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള PV അൻവറിനെ ഒന്ന് പൂട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സമരത്തെ ഉപയോഗിക്കുന്നത്. അത് ഇത്രയധികം അക്രമ സംഭവങ്ങൾ നടന്നു. ഏതാണ്ട് 2500-3000 രൂപ, 1000 രൂപയ്ക്ക് താഴെയുള്ള ഒരു കുറച്ച് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. 2 പ്ലാസ്റ്റിക് കസേര, അങ്ങനെ ഒരു ഫാന്, 2-3 ട്യൂബ്, പിന്നെ മറിച്ചിട്ടത് മേശയാണ്. അതെടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ നശിപ്പിച്ച കേസുകൾ വളരെ കുറവാണ്. പക്ഷെ എങ്കിലും ഒരു അക്രമം, അടിച്ചുപൊളി ഒക്കെ നടന്നു എന്നതുകൊണ്ട് ഇതിന്റെ പേരിൽ നമുക്കൊരു കേസ് എടുത്താലോ അറസ്റ്റ് ചെയ്താലോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് PV അൻവറിനെ 1ാം പ്രതിയാക്കിക്കൊണ്ട് പിന്നെ അറസ്റ്റ് വരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് PV അൻവർ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. ഇവർ ഈ അതിക്രമം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഹ്വാനം അനുസരിച്ചിട്ടൊന്നും അല്ല നടക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം അറസ്റ്റ് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് അനുമതിയൊക്കെ വാങ്ങി PV അൻവറിനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ, അതുവരെ നിലമ്പൂർ ഈ പറഞ്ഞ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെയും DFO ഓഫീസിന്റെ ഒക്കെ അടുത്തുണ്ടായിരുന്ന PV അൻവർ വീട്ടിലെത്താൻ കാത്തിരിക്കുകയായിരുന്നു. 10, 100, 100, 120, 150 പോലീസുകാർ അങ്ങോട്ട് വന്നു വളഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്നാൽ ഇത് മനസ്സിലാക്കി മജിസ്ട്രേറ്റ് പിറ്റേന്ന് ജാമ്യം അനുവദിക്കുമ്പോൾ ആ ജാമ്യ ഉത്തരവിൽ എന്തൊക്കെയാണ് എഴുതിയിരുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയില്ല. എന്തൊക്കെയാണ് പോലീസ് അവകാശപ്പെട്ടതെന്ന് നമുക്കറിയാം. ഇത് അവിടെ അടിച്ചു തകർത്തു, അതിന് കൂട്ടുനിന്നു,
മറ്റെന്തൊക്കെ ചെയ്തു എന്ന വിധത്തിലാണ് പറഞ്ഞിരുന്നത്. ഈ 10 പേരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വേണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഇത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പോൾ പി വി അൻവർ കൊടുത്തിരുന്ന ജാമ്യ ഹർജി അത് അനുവദിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് ജാമ്യ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഇനി നമ്മൾ പറയുന്നത്. മുഴുവൻ ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 4ാമത് പോയിന്റ് കിടക്കുന്നത് ഹർജിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും അതായത് 5-ാം തീയതി രാത്രി 11:25 മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയും പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു, റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെയാണ് നടന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 വശവും വാദം കേട്ട ശേഷം 6ാമത്തെ പോയിന്റായി ബെയിൽ ഓർഡറിൽ പറയുന്നത് ഹർജിക്കാരനെതിരെ ആരോപിക്കപ്പെടുന്ന ജാമ്യമില്ലാ കുറ്റങ്ങൾ PDPP നിയമത്തിലെ സെക്ഷൻ 132, 121(1), BNS സെക്ഷൻ 3(1) എന്നിവ പ്രകാരമാണ്. അനുയായികളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഹർജിക്കാരനെതിരെയുള്ള ആരോപണം. FIS പരിശോധിച്ചതിൽ നിന്ന് ഹർജിക്കാരന്റെ ഈ ഒരു പ്രവൃത്തി അതിനകത്ത് കാണിക്കാൻ കഴിയുന്നില്ല. അതായത് പോലീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. 40 പേരടങ്ങുന്ന ജനക്കൂട്ടം DFO ഓഫീസിന് മുന്നിൽ ഹർജിക്കാരന്റെ നിർദ്ദേശപ്രകാരം മുദ്രാവാക്യം വിളിച്ചെന്ന് മാത്രമാണ് FIS വ്യക്തമാക്കിയത്. അതിന് മുദ്രാവാക്യം വിളിച്ചത് മാത്രമേ ഉള്ളൂ FIS, അല്ലാതെ അടിച്ചു തകർത്തും മറ്റു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. FIS പ്രകാരം 10 പേർ ഓഫീസിൽ അതിക്രമിച്ച് കയറി മുകളിൽ പറഞ്ഞ പ്രവൃത്തികൾ ചെയ്തു. ഈ 40 പേരിൽ 10 പേർ നേരത്തെ പറഞ്ഞതുപോലെ അകത്ത് കയറി അടിച്ചു തകർത്തു എന്ന് പറയുന്നുണ്ട്. ആ 10 പേരിൽ ഒരാളാണ് ഹർജിക്കാരൻ എന്നതിന് ഒരു തെളിവുമില്ല. അതായത് പോലീസ് പറഞ്ഞിട്ടുള്ള 10 പ്രതികളിൽ ഒരാളാണ് ഈ PV അൻവർ എന്നതിന് യാതൊരു തെളിവുമില്ല. 1-ാം പ്രതി എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവർ പേര് ചേർത്തിട്ടുള്ള പ്രതികൾ ആ 10 പേരിൽ ഒരാളാണ് PV അൻവർ എന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതായത് പോലീസ് കേസെടുത്തിട്ടുള്ള പ്രതികളിൽ ഒരാളാണ് എന്ന് പോലും പ്രാഥമികമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് ഈ പറഞ്ഞ 10 പേർ തന്റെ PV അൻവർ തന്റെ സമരവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതിൽ ആ 10 പേരോട് PV അൻവർ അക്രമം നടത്താൻ ആവശ്യപ്പെടുന്നത്, അതായത് ആ DFO ഓഫീസ് അടിച്ചു തകർക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതായിട്ടുള്ള യാതൊരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഹർജിക്കാരനൊരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധർണകളോ മാർച്ചുകളോ മറ്റു കാര്യങ്ങളോ ഇതുപോലുള്ള സമരങ്ങളോ ഒക്കെ നടത്തുന്നത് ഒരു സാധാരണ ഒരു കാര്യം മാത്രമാണ്, അതൊരു അസാധാരണമായ എന്തെങ്കിലും അല്ല. വളരെ വ്യക്തമായി കോടതി പറയുന്നുണ്ട്. അതുമാത്രമല്ല, അത്തരം സമരങ്ങളും അത്തരം പ്രവൃത്തികളും പലപ്പോഴും അക്രമങ്ങൾ ആയി മാറാറുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പും പല അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സമരങ്ങളും ഈ കാര്യങ്ങളും ഒരു അക്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നതും ഒരു അസാധാരണ സംഭവമല്ല, അത് ഈ സാധാരണ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് PV അൻവർ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഈ കൃത്യത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, പിന്നീട് പറയുന്ന ഈ 10 പേരുടെ പ്രവൃത്തികളുണ്ടല്ലോ, അവിടെ അടിച്ചു തകർത്ത പ്രവൃത്തി ഹർജിക്കാരന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് കാണിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു ലിങ്ക്, ഒരു അടയാളമുണ്ടല്ലോ, അത്തരത്തിൽ യാതൊന്നും തന്നെ കൊണ്ടുവന്ന് ചുടുക്കാൻ കഴിഞ്ഞില്ല. വളരെ വ്യക്തമായിട്ട് PV അൻവറിന് ഇതിനകത്ത് പങ്കില്ല എന്ന് കോടതി പറയുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം PV അൻവർ 1-ാം പ്രതിയാണ്, PV അൻവറിനെ കസ്റ്റഡിയിൽ വേണം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി PV അൻവറിനെതിരെ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് 2 തരത്തിലാണ്. 2 തരത്തിൽ എന്ന് പറയുമ്പോൾ, ഒന്ന് ഈ പൊതുമുതൽ സ്ഥാപക ജംഗമ വസ്തുക്കൾ, അതായത് കസേര, മേശ, അലമാര, അല്ലെങ്കിൽ ഫാന്, ലൈറ്റ്, ട്യൂബ്, ഇങ്ങനെയുള്ള വസ്തുക്കൾ അടിച്ചു തകർക്കുന്നത് ഒന്ന്, വാഹനങ്ങളൊക്കെ അടിച്ചു തകർക്കുന്നത് ഒന്ന്. 2ാമത്തത് ഫയലുകൾ, രേഖകൾ അടിച്ചു തകർക്കുന്നത്. ഈ 2ാമത്തെ ഫയലുകൾ തീർക്കുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ കുറ്റമാണ്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഫയലുകൾ നശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നടക്കില്ല. സ്വാഭാവികമായിട്ടും അത് ധാരാളം പേരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഫയലുകൾ ഏതെങ്കിലും നശിപ്പിച്ചതായിട്ട് യാതൊരു രേഖയും ഇവിടെ ഇല്ല. അത്തരത്തിൽ ഫയലുകൾ ഒന്നും തന്നെ നശിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു കുറ്റത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. 8ാമത്തെ നമ്പറായി കൊടുത്തിട്ടുള്ളത് റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് പ്രതികൾ DFOയുടെ ഫാബ്രിക്കേറ്റഡ് വാതിൽ, ക്ലോക്ക്, ട്യൂബ് ലൈറ്റ്, കസേരകൾ, മേശ എന്നിങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. പ്രതികളുടെ പ്രവൃത്തികൾ ഏതെങ്കിലും രേഖകളും അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റുകളും നശിപ്പിച്ചതായിട്ട് ഒന്നും, പണമായി നികത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ യാതൊന്നും തന്നെ നശിപ്പിച്ചതായിട്ട് യാതൊരു രേഖയില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ അന്വേഷണത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വാദം ഉണ്ടായിരുന്നത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ
മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ളവരായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. പുറത്തുനിന്ന് ആള് വന്നിട്ടില്ല എന്ന് ബേബി അൻവർ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് വളരെ വ്യക്തമായ കാര്യങ്ങൾ അഡ്വക്കേറ്റ് സഫറുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഹർജിക്കാരൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, സത്യമാണത്, കോടതി സംബന്ധിച്ച കാര്യമാണ്, കോടതി ബെയിൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾക്കും മറ്റു കാര്യങ്ങളും ധർണയ്ക്കും വേണ്ടിയിട്ട് മറ്റ് ഭാഗത്തു നിന്ന് മറ്റു പലയിടത്തു നിന്ന് അവർ വന്നേക്കാം. കാരണം അദ്ദേഹത്തിന് വിവിധ ജില്ലകളിൽ നിന്നും മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ സംഘടിപ്പിക്കാനും അവരെ സമരത്തിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനം നടത്താനും മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പി വി അൻവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹം നയിക്കുന്ന കാര്യങ്ങൾ പങ്കെടുക്കാനും, അത് സമരത്തിനായാലും അല്ലാതെ ആയാലും അതിലൊക്കെ പങ്കെടുക്കാനും ഒരുപക്ഷെ ആളുകൾ വന്നേക്കാം. അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് കോടതിയും അംഗീകരിക്കുന്നു. ഈ FIR-ഉം FIS-ഉം രണ്ട് ദിക്കിലേക്കാണ് പോകുന്നത് എന്നാണ് പോലീസിന് പറ്റിയ ഒരു പറ്റ്. ഇവിടെ 10 പ്രതികൾ അറിയപ്പെടുന്ന വ്യക്തികളാണ് എന്നാണ് FIS-ൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഈ 4 പേരെ പിടിച്ചിട്ടുണ്ട്. ബാക്കി ആ 4 പേരെയും ബാക്കിയുള്ള 6 പേരെ തിരിച്ചറിയാൻ വേണ്ടി പി വി അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പി വി അൻവറിനെ കൊടുക്കാൻ വേണ്ടി വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. നേരത്തെ ഒരുപക്ഷെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നുവെങ്കിൽ, രാത്രി അറസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടിരുന്നുണ്ടെങ്കിൽ ഈ FIR-ലും FIS-ലും എല്ലാം കൃത്യമായി വിവരങ്ങൾ വരും. വളരെ ആസൂത്രണമായി നുണകൾ എഴുതി പിടിപ്പിക്കും. പറയുന്ന വാദഗതികളെല്ലാം എവിടെയായാലും ഒരുപോലെ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ കഴിഞ്ഞേനെ. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് ഒരു ചാൻസ് കിട്ടി എന്ന് മനസ്സിലായപ്പോൾ എടുപിടി എന്ന് ചെയ്തതായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ചുരുക്കം പറഞ്ഞാൽ ഈ ബെയിൽ ഓർഡർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഏതോ ഒരു മന്ദബുദ്ധിക്ക് തോന്നിയ അതിബുദ്ധി. അങ്ങനെയാണ് പി വി അൻവറിന്റെ അറസ്റ്റ് ഉണ്ടായതെന്ന്. Different angles. Don't forget to subscribe and support this channel.